അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്ട്രിങ് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറേയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അറേ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിക്ലറേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ക്യാർ ഒരു പേര് ആണെങ്കിൽ അറേക്ക് ഒരു പേര് കൊടുക്കാം, S1 എന്ന് കൊടുക്കാം. എന്നിട്ട് അറേൻ്റെ ഒരു സൈസ്, അതായത് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ് ആണ്, പക്ഷെ അറേ പോലെ തന്നെയാണ് ഏകദേശം ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റിന് പകരം ഇവിടെ ക്യാർ കൊടുക്കണം. എന്നിട്ട് S1 ഓഫ് അറേക്ക് എന്തെങ്കിലും ഒരു സൈസ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ഡബിൾ കോട്ട്സിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഹലോ കൊടുക്കുക, ഹലോ. എന്നിട്ട് സെമിക്കോളിൻ ഇട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ക്യാർ അതേപോലെ തന്നെ ഒരു അറേയും കൂടി സ്ട്രിങ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യുക. ക്യാർ ഓഫ് S2 20 = വേൾഡ് എന്ന് കൊടുക്കുക. എന്തെങ്കിലും ഒരു അതായത് ആ ഒരു അറേക്ക് സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് മൂന്നാമതൊരു അറേ ജസ്റ്റ് ഒന്ന് എം ടി ആക്കി ഇടുക, S3. അതെന്താന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓഫ് 20. ഓക്കെ. എന്നിട്ട് എന്താണ് ഈ ഒരു ഇതിപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ഹലോ വേൾഡ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ printf-ൽ %d %s ആണ് കേട്ടോ. കാരണം സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് %s ആണ്. എന്നിട്ട് S1, S2 കൊടുക്കുക. %sന് കൂടെ ഒരു %s കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ക്യാർ അതായത് ക്യാരക്ടറിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഒരു അറേക്ക് ഒരു സൈസും ഒരു നെയിമും കൊടുത്തു. എത്ര സൈസ് വേണമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഹലോ എന്ന് അസൈൻ ചെയ്ത് വെച്ചു ഡബിൾ കോട്ട്സിനകത്ത്. പിന്നെ അടുത്തൊരു അറേ ഡിക്ലെയർ ചെയ്തു, അതിനകത്ത് വേൾഡ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ക്യാരക്ടർ S3 അത് ജസ്റ്റ് എം ടി ആക്കി എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ എന്താണ് എം ടി ആക്കി ഇടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ തന്നെ സ്ട്രിങ്ങിൽ തന്നെ കുറച്ച് പ്രോപ്പർട്ടിയും കൂടി നമുക്കുണ്ട്. എന്താണ്, പിന്നെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെ പ്രിന്റ് ചെയ്യാം, അതേപോലെ തന്നെ സ്ട്രിങ് എങ്ങനെ കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെയും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം സ്ട്രിങ്ങിനെ. അതല്ലാതെ സ്ട്രിങ്ങിന്റെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടികൾ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം എന്താണ്, പിന്നെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ ഈ ഹലോ വേൾഡ് എന്നാണ് പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇതിനോട് കൂടെ എനിക്ക് സ്ട്രിങ്ങിന്റെ ലെങ്ത് ഒന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ printf-ൽ അതായത് %s ആണ് സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് S1 എങ്ങനെ കൊടുക്കാം, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, സ്ട്രിങ് ലെങ്ത്. അതായത് സ്ട്രിങ് ലെങ്ത് ഇട്ടിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ഏത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണോ, അതായത് ഇപ്പോൾ S1-ലുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ സ്ട്രിങ് ലെങ്ത് എന്ന് കൊടുത്തിട്ട് അത് പാരന്തസിസിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, S1 എന്ന് കൊടുക്കണം. എന്നിട്ട് റൺ കൊടുക്കുക. നമ്മൾ സൈസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ %s അല്ല കൊടുക്കേണ്ടത്, %d ആണ്. അതല്ലെങ്കിൽ %LD ആണ്. ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഒക്കെ വരും. ഹലോ വേൾഡ് 5 വന്ന് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് താഴോട്ടുള്ള ലൈൻ ആക്കി തരാം. അതിന് /n ഇട്ടിട്ട് ലൈന് താഴെ കൊണ്ടുവരിക. പിന്നെ ഫസ്റ്റ് സ്ട്രിങ് ലെങ്ത് എന്ന് ജസ്റ്റ് കൊടുക്കാം, സ്ട്രിങ് ലെങ്ത്. എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. എത്രയാണ്, 1 2 3 4 5. അപ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് എന്ത് ചെയ്തത്, ഇപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഒരു സ്ട്രിങ് എങ്ങനെ കോപ്പി ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രിങ് കോപ്പി ചെയ്യുന്നത് എന്താണ്, S1ത്തെ സ്ട്രിങ് S3യിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ S1ത്തെ സ്ട്രിങ് S3യിലേക്കാണ് കോപ്പി ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ തേർഡ് സ്ട്രിങ് ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ആക്കാനായിട്ട് ഒരു /n കൊടുക്കുകയാണ് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ.
തേർഡ് സ്ട്രിങ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ആ സ്ട്രിങ് കോപ്പി ചെയ്തിട്ടുള്ള ഇവിടെ കാണിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രിങ് 3ക്ക് എന്ത് ചെയ്യാണ്, സ്ട്രിങ് 1നെ കോപ്പി ചെയ്യാൻ. അപ്പോ എന്ത് വരും, ഇതാ തേർഡ് സ്ട്രിങ്ങില് ഈ ഹലോ എന്നുള്ള സ്ട്രിങ് എന്തായി, തേർഡ് സ്ട്രിങ്ങക്ക് സ്ട്രിങ് 1 എന്തായി, കോപ്പി ആയി. അപ്പൊ ഇതാണ് സ്ട്രിങ് കോപ്പി എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സ്ട്രിങ് ലെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയെന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഇതിലൊരു പ്രോപ്പർട്ടി എന്ന് പറയാനുള്ളത് സ്ട്രിങ് കാറ്റ് ആണ്. എന്താണ് സ്ട്രിങ് കാറ്റ് എന്ന് പറയുമ്പോൾ, കൺകാറ്റിനേറ്റ്, അതായത് പിന്നെ സ്ട്രിങ്ങിനെ തമ്മിൽ ഒരുമിച്ച് കൂട്ടും. അപ്പൊ എനിക്ക് നേരത്തെ നമ്മൾ ഹലോ വേൾഡ് നമ്മൾ പ്രിന്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് 2% s വെച്ചിട്ട് s1 s2 എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അതല്ലാതെ വേറെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രിന്റ് എഫില് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു എക്സ്ട്രാ ആണെങ്കിൽ ഒരു സ്ട്രിങ് കൺകാജിനേറ്റ് എന്ന് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് str_cat എന്ന് കൊടുക്കാം. അതായത് കൺകാജിനേറ്റ് ചെയ്ത സ്ട്രിങ് ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഇതേപോലെ തന്നെ പിന്നെ കോമട്ടിട്ട് str_cat, എന്നിട്ട് നമ്മൾ ഏത് സ്ട്രിങ് ആണ് കൺകാജിനേറ്റ് ചെയ്യുന്നത്, അതായത് പിന്നെ s1 s2 ആണ്. അപ്പോ s1 അതേപോലെ തന്നെ s2 പ്രിന്റ് എഫ്. ഓക്കെ, എന്നിട്ട് നമ്മൾ റൺ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഹലോ വേൾഡ് ഒരുമിച്ച് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് /t കൊടുക്കുകയാണ്. അപ്പൊ അതവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ് സ്ട്രിങ് കാറ്റിനേഷൻ, അതായത് രണ്ടും കൂടി ഒരുമിച്ച് ഈ ഹലോ വേൾഡ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത് സ്ട്രിങ്ങിലുള്ളത്. ഇനി അതായത് അറേയിൽ ഓരോ സ്ട്രിങ്ങിനെ ആക്സസ് ചെയ്യുന്നതും അതുപോലത്തെ